നമസ്കാരം, ഇത് DP ലൈഫ് സ്റ്റൈൽ ഹബിൻ്റെ സോഷ്യൽ അവയർനെസ് സീരീസാണ്. എൻ്റെ പേര് ദിലീപ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. പുതുക്കിയ പിഴകളെക്കുറിച്ച്, ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് എതിരായുള്ള പുതുക്കിയ പിഴകളെക്കുറിച്ച്. ഏതൊരു പുതിയ കാര്യം വന്നാലും രണ്ട് പക്ഷം ചേരുക എന്നുള്ളത് നമ്മുടെ ശീലമാണല്ലോ. ഇത്രയും പിഴ വേണം, ഇത്രയെങ്കിലും ചുമത്തിയാലേ നിയമം നടപ്പിലാകൂ എന്നൊരു പക്ഷം. എന്നാൽ ഇത്രയും പിഴ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഒരിക്കലും താങ്ങാനാകില്ല എന്ന് മറുപക്ഷം. ജനങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. മിക്കവാറും ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്നവർ പിഴ കൊടുക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം വഴിവക്കിൽ കിട്ടുന്ന ഒരു ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചാണ് യാത്ര ചെയ്യാറ്. നമ്മൾ വാങ്ങുന്ന ഈ ഹെൽമെറ്റുകൾക്ക് എത്രത്തോളം നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ കഴിവുണ്ട്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രയുണ്ട് എന്നുകൂടെ നമുക്ക് ജനങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കാം. ഇപ്പം നമ്മുടെ ഹെൽമെറ്റിൻ്റെ പെനാൽറ്റി ഒത്തിരി കൂട്ടിയിരിക്കുകയാണ് സർക്കാർ. ഓക്കെ, അതിനെപ്പറ്റി പ്രദീപിൻ്റെ അഭിപ്രായം എന്താ? അത് നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി അത് ആ ഒരു തീരുമാനത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന ഒരു എമൗണ്ട്. 1000 എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് പറയാനായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് ആകുമ്പോഴത്തേക്കും ഈ സാധാരണക്കാരെല്ലാവരും ഹെൽമെറ്റ് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കും എന്ന് അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. പെനാൽറ്റി അത് ഇത്തിരി കൂടുതലാണ്, എന്നാലും അത് വരുന്നതോടെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഹെൽമെറ്റ് വയ്ക്കുന്നുണ്ട്. ഇപ്പം പൈസ കൂടുതൽ വരുമ്പോഴത്തേക്കും ആൾക്കാർക്കൊരു പേടി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും, അതിനേക്കാളും നല്ലതല്ലേ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എന്നൊരു പേടി വരും. സീംസ് ഗുഡ്, ബട്ട് അത് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ. കാരണം ഇപ്പോൾ പല സ്റ്റേറ്റിലും ഇപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു ടോർച്ചർ തുടങ്ങിയിട്ടുണ്ട് മോട്ടോർ വെഹിക്കിളിസ്റ്റിനൊക്കെ. റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒരു ഇഷ്യൂവേ അല്ല. കാരണം ഹെൽമെറ്റ് കറക്റ്റായിട്ടുണ്ട്. പക്ഷേ ഒരു അർജൻറ്റ് കേസ്, അപ്പോൾ അർജൻറ്റ് കേസിൽ നമ്മൾ പോകുന്ന വഴിക്ക് സഡനായിട്ട് ഇപ്പോൾ പോലീസ് നിർത്തി, അതൊരു ഡിസ്കംഫർട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾ വെൽ ആൻഡ് ഗുഡ്. കൂട്ടിയത് നന്നായി, കാരണം പെനാൽറ്റി എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, അതിനെ നമ്മൾ ഇത്ര ലാഘവത്തോടെ കാണുള്ളൂ. കൂട്ടിയത് കൊണ്ട് കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കും, സീരിയസ് ആയിട്ട് എടുക്കും. അതിൻ്റെ ആയങ്ങൾ കൂടിയും ഒരു പ്രാവശ്യം പറ്റി അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്ന് വെച്ചാൽ കുറേ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തിരിച്ചറിവില്ലാതെ എടുക്കണമെങ്കിൽ പോവേ, ആഴത്തും തിരിഞ്ഞോട്ടം ഒന്നുമില്ല. അപ്പം എപ്പോഴും എന്ത് സംഭവിക്കും. ബൈക്കിൽ യാത്ര എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഒരു അപകടം പിടിച്ച യാത്രയാണ്. അതിനുപരി അവർ ശ്രദ്ധയില്ല അവർക്ക്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എപ്പോഴും ആക്സിഡൻറ്റ് സംഭവിക്കാം. ഏത് സമയത്ത് അതിന് സർക്കാർ കണ്ടെത്തിയത് സംഭവം കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ 1000 കൂടുതലാണ്. പക്ഷേ ഹെൽമെറ്റ് വെക്കണത് നല്ലതാണ്. അപ്പം ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പോഴത്തേക്കും ഒരു 100 രൂപയ്ക്കാണെങ്കിൽ ആകെ ഒരു ശ്രദ്ധയില്ല. അപ്പം എമൗണ്ട് കൂടുമ്പോൾ ചിലപ്പോൾ വെക്കുമായിരിക്കും. പക്ഷെ എന്നാലും സാധാരണക്കാരെ കൊണ്ടത് പറ്റത്തില്ലല്ലോ. നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ആ നിയമം വന്നതിൽ പിന്നെ തന്നെ നമ്മുടെ ഏരിയയിൽ തന്നെ എല്ലാവരും ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. തീർച്ചയായും അത് തന്നെയാണ്. കാര്യം വെച്ചാൽ ഇപ്പം ഒരു പെറ്റിയുടെ അളവ് എന്നതിനുപരി നമ്മുടെ ഒരു ഹെൽമെറ്റിൻ്റെ അവയർനെസ്, അപ്പോൾ അതൊരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പം ഒരു ഹെൽമെറ്റ് ഇല്ലാത്ത ഒരു സന്ദർഭത്തിലൊരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും 100% എടുത്ത് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു 1000 രൂപയിലുപരി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചെക്കിങ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഒരു ഫോഴ്സ് ചെയ്ത് എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു തെറ്റാണെന്നുള്ള രീതിയിൽ നോക്കേണ്ട കാര്യമല്ല. ഒരു 1000 രൂപ എടുക്കുന്ന ഒരു ജീവൻ്റെ വിലയാണ്. നല്ല അഭിപ്രായമാണ്. സുരക്ഷിതമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടത്. ഇത് ഇച്ചിരി കൂടി പോയെന്നാണ് അഭിപ്രായം. എന്നാൽ സ്ഥിരം ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. ഒത്തിരി ആൾക്കാർ പോലീസിനെ പേടിച്ചിട്ടും നിയമത്തെ പേടിച്ചിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഹെൽമെറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ISI മാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി ആക്സിഡൻറ്റ്സ് വരുന്നുണ്ട്, അതിൽ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. അതിനെപ്പറ്റി അനീഷിൻ്റെ അഭിപ്രായം? അതിനെപ്പറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുക, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഒരു 1000-1500 രൂപയ്ക്കൊക്കെ നല്ല ഹെൽമെറ്റ് കിട്ടും. അത് വാങ്ങിച്ച് ഉപയോഗിക്കുക, അതായിരിക്കും. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിയമം വെച്ച് ഹെൽമെറ്റ്സും ഉണ്ട്, നോൺ സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ്സും ഉണ്ട്.
അപ്പം പെട്ടെന്ന് ഈ ഒരു റൂള് വരുമ്പം എല്ലാവരും ഒരു ഹെൽമെറ്റ് വാങ്ങണം എന്നുള്ള ഒരു തിങ്കിങ് മാത്രമേ ഉള്ളൂ. അത് എത്രമാത്രം ആ വ്യക്തിക്ക് സേഫ്റ്റി കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പെനാൽറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം അതും നോക്കണം. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഹെൽമെറ്റ് ഏത് തരത്തിൽ ISI ബ്രാൻഡ് ഉള്ളതാണോ? കാരണം നാളെ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ നമ്മുടെ ഹെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് വേണ്ടത്. ഇങ്ങനത്തെ ഈ കൂടുതൽ റൈഡേഴ്സൊക്കെ ആയിരിക്കും അവർ ISO നോക്കത്തില്ല, ഇങ്ങനെ അതിൻ്റെ മോഡൽസും ഭംഗിയൊക്കെ നോക്കി വാങ്ങിക്കാറുള്ളൂ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ISO മാർക്ക് നോക്കി നല്ലൊരു ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പോലീസ് പിടിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ആൾക്കാർ വഴിയേറിയെന്ന് വാങ്ങി വയ്ക്കുന്നത്. 1000 രൂപയൊക്കെ കൊടുത്ത് ചിലപ്പോൾ വാങ്ങിച്ച് വെക്കാൻ പറ്റാത്ത ആൾക്കാർ കാണും. അവരതിനെ ആശ്രയിക്കും, വഴിയോരത്തുള്ളത് ആശ്രയിക്കും. അത് മാക്സിമം നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ അവിടെ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരുവിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ISI മുദ്ര കാണും, പക്ഷേ അതിലവർ ഫേക്കായിട്ടുള്ളൊരു സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണെന്നാണ് അവരുടെ ഒരു ധാരണ. പക്ഷേ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി കൂടെ നല്ലതായിരിക്കും. അവരിത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് എല്ലാവരും വയ്ക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഹെൽമെറ്റിനെ കുറിച്ച് ഒരു നല്ലൊരു അവയർനെസ്, അതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ട് തന്നെ ഒരു ഇതിനെ പറ്റി ഹെൽമെറ്റിൻ്റെ ബ്രാൻഡിനെ പറ്റിയും അതിൻ്റെ ബാക്കി ഡീറ്റെയിലിനെ പറ്റി ഒരു അവയർനെസ് ക്ലാസ് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് നടത്തുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പം സാധാരണക്കാർ ഒരു ഹെൽമെറ്റ് 400 രൂപയ്ക്ക് വാങ്ങുന്നു അല്ലെങ്കിൽ 300 രൂപയ്ക്ക് വാങ്ങുന്നു. അവർക്ക് ഹെൽമെറ്റ് വെക്കണം എന്നുള്ളതിനുപരി ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് വീണാൽ ഹെൽമെറ്റ് പൊട്ടുമോ അല്ലെങ്കിൽ തല പൊട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കും അറിയത്തില്ല. നമ്മുടെ ജീവൻ നമുക്കാണ് വേണ്ടത്. നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ ആവശ്യമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയും കൂടെയാണ്. അത് ഇപ്പം നമ്മളൊരു 100 രൂപ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ഉപകരിക്കും. അത് ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇത് തുടങ്ങിയതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഇനിഷ്യലി ബാംഗ്ലൂരിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നതിൻ്റെ അങ്ങനത്തെ ആ സെയിം ഹെൽമെറ്റ്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഒരു ലോ ഉണ്ടാക്കിയിട്ട് ഇതിനു വേണ്ടി ചുമ്മാ ഒരു തൊപ്പി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ പോണതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ 1000 രൂപ പെറ്റി അടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും നമ്മളെ സേഫ്റ്റി നോക്കാതെ നമ്മൾ ഈ ലോക്കൽ ഇത് വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗവുമില്ല. അതിന് ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ നടക്കുന്ന വാഹന അപകടങ്ങളിൽ 90% ബൈക്ക് ആക്സിഡൻ്റാണ് നടക്കുന്നത്. മരണപ്പെടുന്ന ആൾക്കാരും കൂടുതൽ ബൈക്ക് ഉപയോഗിക്കുന്നവരാണ്. 2 വീലർ ഓടിക്കുന്നവർ മിക്കവാറും ഹെൽമറ്റ് ധരിക്കാറില്ല. ഹെൽമറ്റ് ധരിക്കാത്തവർ അപകടത്തിൽപ്പെട്ടാൽ അതിൽ 90% പേരും മരണപ്പെടുന്നുണ്ട്. കഴക്കൂട്ടം മേഖലയിൽ കൂടുതൽ ബൈക്ക് ആക്സിഡൻറ്റുകളിൽ മരണപ്പെട്ടത് എല്ലാവരും ഹെൽമറ്റ് ധരിക്കാത്തവരായിരുന്നു. ഈ അടുത്ത കാലത്തായി ഈ ചന്തവിള ഭാഗത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരാൾ ബൈക്കിൽ വന്ന് വീണ് പരിക്ക് പറ്റുമായിരുന്നു. പക്ഷേ അയാൾക്ക് ഹെഡ് ഇഞ്ചുറി കാരണമാണ് മരണപ്പെട്ടത്. അന്ന് ഹെൽമറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 100% അയാൾക്ക് മരണം സംഭവിക്കില്ലായിരുന്നു. ചെറുപ്പക്കാരനാണ് അന്ന് മരണപ്പെട്ടത്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത, പോലീസിനെ കാണുമ്പോൾ പോലീസിനെ പേടിച്ച് മാത്രമാണ് ആൾക്കാർ ഹെൽമറ്റ് തലയിലോട്ട് വെച്ച് പോകുന്നത്. എന്നാൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമറ്റ് ധരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് എല്ലാവരും ധരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ മറ്റൊരു പ്രവണത കണ്ടുവരുന്നത്, സ്ത്രീകളും പ്രായമുള്ളവരെല്ലാം തന്നെ ഒരു ഹെൽമറ്റിൻ്റെ പോലുള്ള ഒരു കവർ എടുത്ത് തലയിൽ വെച്ചിട്ട് പോലീസിനെ പറ്റിച്ച് പോകുന്നൊരു രീതിയുണ്ട്. അത് നിങ്ങളുടെ തലയ്ക്കൊരിക്കലും നിങ്ങളുടെ ജീവനും ഒരിക്കലും സുരക്ഷിതമല്ല. അതുകൊണ്ട് ISI മാർക്കുള്ള നല്ല കമ്പനിയുടെ ഹെൽമറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ജീവന് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഹെൽമറ്റ് വെച്ച് യാത്ര ചെയ്യാൻ പരമാവധി ശ്രമിക്കണം. പിന്നെ ഇതിൻ്റെ ഹെൽമെറ്റ് ഞാൻ ക്രാഷ് ടെസ്റ്റ് ചെയ്തോട്ടെ? നിങ്ങൾക്ക് ക്രാഷ് ടെസ്റ്റിന് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ തയ്യാറാണ്. തയ്യാറാണ്. ഹായ്, ഐ എം നന്ദൻ തമ്പി. കഴിഞ്ഞ ദിവസം നമ്മുടെ റോഡ് ഷോയിൽ നമ്മുടെ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഹെൽമെറ്റുകളാണ് വിട്ടിരിക്കുന്നത്. നമുക്കിന്നത് ക്രാഷ് ടെസ്റ്റിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ, ഫോളോ മീ. മെജോറിറ്റി ആൾക്കാർ റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്ന ഹെൽമെറ്റുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് നിയമത്തെ പേടിച്ച്, പോലീസിനെ പേടിച്ച്. അവരുടെയൊക്കെ ഹെൽമെറ്റ് എത്രത്തോളം സുരക്ഷിതമാണ് നമുക്കിന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ റോഡ് സൈഡിലെ ബ്രാൻഡഡ് ഹെൽമെറ്റുകളുടെ അവസ്ഥ. ഇത് നമ്മുടെ തലയായിരുന്നെങ്കിലോ? ഇത്ര നേരം നമ്മൾ ക്രാഷ് ടെസ്റ്റ് നടത്തിയത് പ്ലാസ്റ്റിക് ഹെൽമെറ്റുകളാണ്. ഇതൊരെണ്ണം ഫൈബർ ബോഡിയാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടല്ലോ നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകളുടെ ദാരുണ അവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. നമ്മുടെ ജീവൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ, അത് നിയമത്തിൻ്റെയോ നിയമപാലകരുടെയോ ഉത്തരവാദിത്വമല്ല. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ, ഒരു കാരണവശാലും വഴിയോര കച്ചവടക്കാർക്കെതിരെയല്ല ഞങ്ങൾ ഇതെല്ലാം പറയുന്നത്. വഴിയോര കച്ചവടക്കാർക്കിടയിൽ പോലും എത്തുന്ന സാധനങ്ങളുടെ സുരക്ഷ, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ഇവിടെ ഒരു നിയമം ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ പിഴ കൊടുക്കാനുള്ള മടി കൊണ്ട് മാത്രം ആയിരിക്കരുത് നമ്മൾ നിയമം നടപ്പിലാക്കുന്നത്. വാങ്ങുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി അത് നമ്മുടെ ജീവനും സുരക്ഷയ്ക്കും ഗ്യാരണ്ടി തരുന്നു എന്നുകൂടെ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതുപോലെയുള്ള വീഡിയോകളും വിശേഷങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ബട്ടൺ. Thank you for watching from DP Lifestyle Hub.